Hello, myself Ashif. I'm a chartered accountant and prepared academic ആണ്. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 +2 കൂടെ CMA എങ്ങനെ പഠിക്കാം. അപ്പോൾ അത് പഠിക്കാൻ ട്രിപ്പിൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ട്രിപ്പിൾ ഒരു ബാച്ച് ഉണ്ട്, അതിന് കൊമേഴ്സ് എൻട്രൻസ് CMA കാറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു കൊമേഴ്സ് എൻട്രൻസിന്റെ CMAയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഈ ഒരു കോഴ്സ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാം. സോ ഇത് ഞാൻ പറയുവാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. +1 അല്ലേ, +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് CA CMA CS ACCA പോലത്തെ കോഴ്സുകൾ, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് +1 +2 തന്നെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് കൊമേഴ്സ് എൻട്രൻസ്. ആക്ച്വലി ദീസ് കോഴ്സസ് ആണ് ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എൻട്രൻസുകൾ തന്നെയാണ്. ഈ കോഴ്സിലോട്ട് എത്തിച്ചേരാനുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ ആ എൻട്രൻസിന് ഇപ്പോൾ സയൻസുകാരൊക്കെ +1 +2 കൂടെ തന്നെ പഠിക്കുന്നത് പോലെ കൊമേഴ്സിനും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതും നമുക്ക് കുറച്ച് നേരത്തെ, ഇപ്പോൾ +2 കഴിഞ്ഞ് തീരുമാനം എടുക്കുന്നതിനേക്കാളും കുറച്ച് നേരത്തെ തന്നെ ഈ കോഴ്സിലോട്ട് എത്താൻ പറ്റും എന്നുള്ളതും അതുവഴി കുറച്ച് ടൈം നമുക്ക് ലാഭിക്കാം എന്നുള്ളതും നേരത്തെ സെറ്റിൽ ആവാം എന്നുള്ളതുമാണ് +1 +2 കൂടെ തന്നെ നമ്മളിത് പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ +1 +2 വിത്ത് CMA ഏർലി സ്റ്റാർട്ട് ടു പ്രൊഫഷണൽ കൊമേഴ്സ് ജേർണി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കണ്ടന്റുകൾ, ഈ കോഴ്സിനെ കുറിച്ച്, ഇതിൻ്റെ രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ക്ലാസ്സസ് എങ്ങനെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക, ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും, മെന്ററിങ് ആൻഡ് കോർഡിനേറ്റേഴ്സ് ഒക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക, മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ കൂടെ കിട്ടുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിൻ്റെ കൂടെ കിട്ടുന്നുണ്ടാവുക, എക്സാംസ് എങ്ങനെയായിരിക്കും കണ്ടക്ട് ചെയ്യേണ്ടാവുക, പാരൻസിന് എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻസ് ആണ് ഉണ്ടാവുക, ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് എന്തൊക്കെയായിരിക്കും ട്രിപ്പിൾ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ CMA കാറ്റ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്നാണ്. അപ്പോൾ CMAക്ക് ശരിക്കും 2 റൂട്ട് ഉണ്ട്. ഫൗണ്ടേഷൻ വഴിയും പോവാം, കാറ്റ് വഴിയും പോവാം. അപ്പോൾ എന്തുകൊണ്ട് കാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ചോദിച്ചാൽ, CMA കാറ്റ് ഇറ്റ് സെൽഫ് എ സെപ്പറേറ്റ് കോഴ്സ്, ഒരു ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ്ലി CMA ഇന്റർലോട്ട് പോകാൻ പറ്റും. അതുപോലെ സെക്കൻഡ് പാർട്ട് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട്, കുറച്ച് എക്സാമിനേഷൻസ് ഉണ്ട്, ഒരു എക്സാം ഉണ്ട്. ആ എക്സാം കൂടെ പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CMA കാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇറ്റ്സ് എ ഡിപ്ലോമ കോഴ്സ്. സോ ഇറ്റ്സ് എൻട്രി ലെവൽ അക്കൗണ്ടിങ് ജോബുകൾക്ക് നമുക്ക് അതുവഴി പോകാൻ പറ്റും. നിങ്ങൾ CMA കാറ്റിന്റെ വെബ്സൈറ്റ് ഗൂഗിളിൽ CMA കാറ്റ് അടിച്ച് CMA കാറ്റ് വെബ്സൈറ്റിൽ പോകും. അവിടെ നിങ്ങൾക്ക് CMA കാറ്റ് ബേസ് ചെയ്തിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ലിസ്റ്റ് ചെയ്തും കാണാം. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ICMAI ആണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ട്രിപ്പിൾ ഐ നിങ്ങൾക്ക് അതിൻ്റെ കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ കാറ്റ് കോഴ്സ് ഇസ് എ ഷോർട്ട് ടേം കോഴ്സ് ആണ്. 2 പേപ്പേഴ്സ് ആണുള്ളത്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ബട്ട് 2 പേപ്പർ ആണെന്നുണ്ടെങ്കിലും 2 എക്സാമാണ് ഉണ്ടാവുക. പക്ഷെ 4 പേപ്പർ ആണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, അപ്ലൈഡ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ, ദെൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് 2, ദെൻ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. ഇങ്ങനെ 4 പേപ്പേഴ്സ് ആണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. അതിന്റെ മാർക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെന്റൽസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് 60, അപ്ലൈഡ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ 40, രണ്ടും കൂടെ 100 മാർക്ക്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് 250 ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് 50. അങ്ങനെ ടോട്ടൽ 200 മാർക്സിന്റെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ എക്സാമിൽ ഓരോ പേപ്പറിനും, പേപ്പർ 1 പേപ്പർ 2ന് 40% വരണം. ആൻഡ് ഇൻ അഗ്രിഗേറ്റ് 50%, അതായത് 100 മാർക്ക് ജയിക്കാൻ വേണം. പിന്നെ ഓരോ പേപ്പറിന് നിങ്ങൾക്ക് മിനിമം 40 വേണം. ഇതാണ് ഇതിൻ്റെ പാസ് ക്രൈറ്റീരിയ. നല്ല പാസ് പെർസെൻറ്റേജ് ഉള്ള ഒരു കോഴ്സാണ്. കമ്പയർഡ് ടു അതർ കോഴ്സുകൾ നല്ല പാസ് പെർസെൻറ്റേജ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് CMA കാറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് അവേഴ്സ് ടോട്ടലി നിങ്ങൾക്ക് ഒരു 140 അവേഴ്സ് ആയിരിക്കും ഇതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവുക. ഇപ്പോൾ ഫസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് ഒരു 30 അവേഴ്സ്, സെക്കൻഡ് പേപ്പർ നിങ്ങൾക്ക് ഒരു 40 അവേഴ്സ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് 30 അവേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് ഒരു 40 അവേഴ്സ്. സോ ടോട്ടലി ഒരു 140 അവേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടലി ഉണ്ടാവുന്ന ഒരു ക്ലാസ് അവേഴ്സ് എന്ന് പറയുന്നത്. ദെൻ CMA കാറ്റിൻ്റെ രജിസ്ട്രേഷൻ അത് എപ്പോൾ ചെയ്യണം, എപ്പോഴായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ +1 +2 കൂടെയുള്ള +1 ഒപ്പം പഠിക്കുകയാണെങ്കിലും +2 കൂടെ ആണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. അപ്പോൾ അറ്റംപ്റ്റ് ഇപ്പോൾ +1 ആണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CMA കാറ്റിൻ്റെ എക്സാം വരെ ജൂൺ 27 ജൂൺ 2027. അപ്പോൾ നിങ്ങൾ ജാൻ 2027 മുമ്പ് ഇതിന് എന്ത് ചെയ്തിരിക്കണം, ഇതിന് എക്സാമിന് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. ഡ്യൂ ഡേറ്റ് ജാൻ 27 മുമ്പ് നിങ്ങൾ കോഴ്സിന് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം തന്നെ ചെയ്താലും കുഴപ്പമില്ല, എക്സ്ട്രാ പൈസ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാം. ഇനി അപ്പോൾ രജിസ്റ്റർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി +2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം വരുന്നത് ജൂൺ 2026 അല്ലേ, ജൂൺ 2026. അപ്പോൾ നിങ്ങൾ അവിടെ ജാൻ 2026 മുമ്പ്, ജാൻ 2026 തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ജൂൺ 2026 എക്സാം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഡിസിഷൻ എടുത്താൽ
ജൂണിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസം ലാഭമാണ് അല്ലേ? +2 കഴിഞ്ഞെടുക്കുന്നതിനേക്കാളും 6 മാസം ലാഭമാണ് നിങ്ങൾക്ക് അവിടെ. അപ്പോൾ നിങ്ങൾക്ക് എയർലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇതിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഏതാണ്? പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ കോൺസെപ്റ്റ് തന്നെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ +1 +2 പഠനത്തിന് ഹെൽപ്ഫുൾ ആവും. ഇപ്പം അക്കൗണ്ട്സ് അല്ലെങ്കിൽ ലോ അക്കൗണ്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. അക്കൗണ്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്ലിയർ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ICMA പോർട്ടൽ വഴിയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ കഴിഞ്ഞ പാടത്തിന് നമുക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി അവർ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരും. അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റിപ്ലൈ വഴിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇത് നിങ്ങൾക്ക് കൊറിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിന് ട്രിപ്ലൈ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ട്രിപ്ലൈ വഴി നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാം. പക്ഷേ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? ICMA തന്നെയാണ്. ക്ലാസ് അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നിങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന ക്ലാസ്സിൻ്റെ തന്നെ സ്ക്രീൻഷോട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണ്ടോ, ഓരോ പേപ്പർ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പേപ്പർ 1ൻ്റെ ക്ലാസ്സുകളുണ്ട്, 132 വീഡിയോസ് ഉണ്ട്, 1 ഫയൽ ഉണ്ട്, 2 ടെസ്റ്റ്, പേപ്പർ 2 ഉണ്ട്, പേപ്പർ 3 ഉണ്ട്. സോ ക്ലാസ്സുകൾ ആൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ലെക്ചേഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ കണ്ടോ, പേപ്പർ 1 പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പേറോൾ, സ്റ്റോർ, സെയിൽ, അസറ്റ്, എനിക്കൊണ്ട് പേപ്പർ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് 2 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ ചാപ്റ്റേഴ്സും അതിൽ ഓരോരുത്തരും ഓരോ ചാപ്റ്ററിൻ്റെ എത്ര വീഡിയോസ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും അല്ലേ, 17 മിനിറ്റ്, 42, 46, 1 മിനിറ്റ്, 53, ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുക എന്നുള്ളതാണ്. സോ നിങ്ങൾ +1 +2ൻ്റെ കൂടെ, ഞാൻ +1 +2 തന്നെ സ്കൂളിൽ പോകുന്നു, അപ്പോൾ ഒരുപാട് സമയം എത്ര പഠിക്കേണ്ടത് നോക്കൂ. +1 തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 30 മിനിറ്റ്സ് പെർ ഡേ നിങ്ങൾ അഡീഷണൽ കണ്ടെത്തിയ നിങ്ങൾക്ക് CMA CAT ഈ പറയും പോലെ ജൂണിൽ തന്നെ പാസ്സാവാന്നുള്ളതാണ്. +2 ആണെങ്കിൽ ഒരു 1 hour പെർ ഡേ, 1 hour പെർ ഡേ. ഇത് നമ്മൾ വളരെ സ്റ്റഡി ചെയ്ത് നിങ്ങളുടെ അതായത് 1 hour പെർ ഡേ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. എക്സാമിൻ്റെ സമയത്തൊന്നും ഇവിടെ പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ കൺസിഡർ ചെയ്ത് ഒരു ആവറേജ് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു കാര്യം നിങ്ങളുടെ ലീവിൻ്റെ സമയത്ത് കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഷെഡ്യൂളും അതിൻ്റെ മെൻറ്റേഴ്സ് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു 30 മിനിറ്റ്സ് പെർ ഡേ നിങ്ങൾ അഡീഷണലി നിങ്ങളുടെ ഡേയ്സിൽ നിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 +2ൻ്റെ കൂടെ അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഉടനെ തന്നെ CMA CATും ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്ന മുമ്പ് ചിലപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവർ ഡിസിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് CMA CAT പാസ്സാവാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഷെഡ്യൂളിൻ്റെ പ്ലാന് കണ്ടോ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റ് ഷെഡ്യൂൾ, ഓരോ ഡേറ്റ്, അതിൽ ഏതായിരിക്കും പേപ്പർ, ഏത് ടോപ്പിക്സാണ് കാണേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും. ഷെഡ്യൂൾസ് ഇൻക്ലൂഡ് ക്ലാസ് ഉണ്ടാവും, മെൻറ്റർഷിപ്പ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും, സെൽഫ് സ്റ്റഡി ടൈം, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഷെഡ്യൂൾസ് ഇട്ടിട്ടുള്ളത്. വീക്ക്ലി ഡെയിലി ക്ലാസ് ഷെഡ്യൂൾസ് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് വരുന്നുണ്ടാവും. ദെൻ +1 +2 കരിക്കുലവും എക്സാംസും എല്ലാം അലൈൻ ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാനുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് എത്ര പഠിക്കാൻ വേണം, സമയം വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടാവും, ലൈവ് മെൻറ്റർഷിപ്പ് സെഷൻസ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് via വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ദെൻ എവറി 2 വീക്സിൽ ഒരു ലൈവ് എന്നുള്ള 2 വീക്സ് കൂടുമ്പോൾ ഒരു ലൈവ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പ് ഇത്ര കാര്യങ്ങൾ പഠിക്കണം, ഇന്ന എക്സാം എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾ ലൈവ്സിലും കൂടെ ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ലൈവിൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെ ലൈവ് നടത്തുന്നതാണ്. പിന്നെ അവരുടെ കോൺടാക്ട്സ് നമ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺടാക്ട്സ് നമ്പറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിലൂടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് ഇതിലെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ ഒരു കോർഡിനേറ്റേഴ്സ് ടീം തന്നെ ഉണ്ടാവും. അവരായിരിക്കും ഫസ്റ്റ് കോൾ ചെയ്യുക. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് ക്ലാസ് എടുത്ത് അഡ്മിഷൻ എടുത്തൊരു 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ ഫസ്റ്റ് കോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മോസ്റ്റ്ലി അങ്ങനെയാണ്. അപ്പോൾ ലീവോ കാര്യങ്ങളൊക്കെ ഇടയിലുണ്ടെങ്കിൽ മാത്രമേ ഡിലേ ആവുള്ളൂ. ദെൻ കോഴ്സ് ഡീറ്റെയിൽസും ഷെഡ്യൂളും ആ കോളിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ട്രിപ്ലൈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ, അത് എവിടെയാണ് കിട്ടുക, അതിൻ്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. ദെൻ മെറ്റീരിയൽസിൻ്റെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ICMAയുടെ തന്നെ മെറ്റീരിയൽ ഉണ്ട്, CMA CATൻ്റെ. അതിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ തന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോഫ്റ്റ് കോപ്പി ട്രിപ്ലൈയുടെ വർക്ക് ബുക്ക് ഉണ്ട്, കുറച്ചും കൂടെ ഈസി ആയിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രിപ്ലൈയുടെ വർക്ക് ബുക്ക് ഉണ്ട്. അതിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ആപ്പിലൂടെ. ഓൺ ഡിമാൻഡ് നമ്മൾ അതിൻ്റെ ഹാർഡ് കോപ്പിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓൺ ഡിമാൻഡ് ആണ്, അപ്പോൾ സോഫ്റ്റ് കോപ്പി ഫ്രീ ആണ്, ഹാർഡ് കോപ്പി
അവൈലബിൾ ഓൺ റിക്വസ്റ്റ്. അതിന് ചെറിയൊരു ഫീസും കാര്യങ്ങളും ഉണ്ടാവും. ആ ഫീസ് നിങ്ങൾ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് അതിനെ ഹാർഡ് കോപ്പി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലോട്ട് എത്തിക്കുന്നുണ്ടാവും, കൊറിയർ വഴി എത്തിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇതിന് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ഓഫ്ലൈൻ സെൻറ്റർ ബേസ്ഡ് എക്സാം ആണ് CMA CATൻ്റെത്. MCQ എക്സാം ആണ്, പക്ഷേ നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. ഓക്കെ, മറ്റു കോഴ്സുകളെ പോലെയോ അല്ലെങ്കിൽ ചില കോഴ്സുകളെ പോലെ ഇവിടെ എന്തില്ല, നെഗറ്റീവ് മാർക്സ് ഇല്ല. MCQ ബേസ്ഡ് എക്സാം ആണ്. ട്രിപ്ലൈ നമ്മുടെ ആപ്പിലൂടെ ഇത്തരം എക്സാംസുകൾ നിങ്ങൾക്ക് ഒരുപാട് നടത്തുന്നുണ്ടാവും. ഇതിൻ്റെ മോഡലായിട്ടും മോക്കായിട്ടൊക്കെ എക്സാംസ് നടത്തുന്നുണ്ടാവും. ട്രിപ്ലൈ ആപ്പ് വഴിയായിരിക്കും നടത്തുക. ഓട്ടോമാറ്റിക് മാർക്ക് ഇവാലുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്സ് കാര്യങ്ങളൊക്കെ നടത്തുക. കേട്ടോ, നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാംസ് കാര്യങ്ങൾ FA1-ൻ്റെത് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എക്സാംസുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നടത്തിയ എക്സാമിൻ്റെ സ്ക്രീൻഷോട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ്. പിന്നെ പാരൻറ്റ് കമ്മ്യൂണിക്കേഷൻ, എക്സാംസിൻ്റെ മാർക്സ്, പാരൻസിൻ്റെ ഇത് നമ്മൾ കളക്ട് ചെയ്യും, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. അപ്പോൾ അവരുടെ നമ്പറിലോട്ട് അവരുടെ ഇൻഡിവിജ്വലി അവരുടെ മക്കളുടെ മാർക്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഷെയർ ചെയ്യുന്നുണ്ടാവും. ദെൻ ടെക്നിക്കൽ, നിങ്ങളുടെ ആപ്പാണല്ലോ ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ്, വാട്സാപ്പ് നമ്പേഴ്സ്, ദെൻ അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് കോഴ്സ് ഏതാണ്? CMA CAT. CMA ആകാൻ ആഗ്രഹിക്കുന്ന കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് +1 +2ൻ്റെ കൂടെ തന്നെ അത് പഠിക്കാനും അതുവഴി അവരുടെ +1 +2 പഠനം എളുപ്പമാക്കാനും ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു കോഴ്സാണ്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. All the best.